വാങ്ങുന്നില്ല. ഹബീബാ റസൂലുള്ള ഊഹ കച്ചവടം പാടില്ല. ഹബീബാ റസൂലുള്ള പറഞ്ഞു ലാ തസ്തറു സമക ഫിൽ മായി ഫഇന്നഹു വററുൻ. കച്ചവടം ചെയ്യാ, ഒരാള് വെള്ളത്തിൽ മുങ്ങാൻ നേരത്തെ അയാൾ പറയാ എന്ത് ഊഹ കച്ചവടം പാടില്ല. എന്ത് കച്ചവടം ചെയ്യുമ്പോൾ ഒന്നും കയ്യിലില്ല, ഉറപ്പുമില്ല. വെള്ളത്തിൽ മുങ്ങുന്ന ഒരാൾ സത്യം ചെയ്യുക, കച്ചവടം ചെയ്യുക, അയാൾ സ്ഥിരമായി മുങ്ങിയിട്ട് മത്സ്യം കൊണ്ടുവരുന്ന ആളുമാണ്. ഇത് കച്ചവടം ചെയ്യാ ഈ മുങ്ങലിലുള്ള മീന് റുപ്യക്ക്. ഇത് ആ കാലത്ത് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? കയറി വരാം, ചിലപ്പോൾ വലിയ മീൻ കിട്ടാം. ഇറങ്ങിപ്പോയിട്ട് മത്സ്യം കൊണ്ടുവരാൻ അയാളുടെ പതിവാണ്. ചിലപ്പോൾ എങ്ങനെയും വരാം, ഒന്നില്ലാതെയും വരാം. ഏതായാലും എന്തില്ല, കച്ചവടം ചെയ്ത നേരത്തെ മുസല്ലമായ ഒരു സാധനവും ഇല്ല. കച്ചവടം ചെയ്ത നേരത്തെ മുസല്ലമായ ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഒരു സംഗതിയും ഒരു മഖബൂലായ ഒരു സംഗതിയും അയാളെ കയ്യിൽ ഇല്ല. ആ കച്ചവടം ഹറാമാണ്. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ മുൻനിർത്തി കച്ചവടം നടത്തുക ഹറാമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കച്ചവടങ്ങൾ ഒരു കാലഘട്ടത്തിൽ വളരെ അധികരിച്ചിരുന്നു എന്ന്. അതേപോലെ തന്നെ കൂട്ടിൽ നിന്ന് പാറിപ്പോയ കിളിയെ കച്ചവടം ചെയ്യുക, ആ കൂഹ കച്ചവടം. ഇനി അത് മടങ്ങി വന്നോളം എന്നൊന്നുമില്ല, മടങ്ങി വരൽ പതിവാണെങ്കിൽ പോലും ഇത്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഊഹ കച്ചവടങ്ങൾ, ഇത്തരം കച്ചവടങ്ങൾ ശറഅ അംഗീകരിക്കാത്ത കച്ചവടങ്ങളാകുന്നു. ഒരിക്കലും ശറഅ ആ കച്ചവടത്തെ അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, തനിക്ക് ഹക്കില്ലാത്തതിനെ വാങ്ങുക. തനിക്ക് ഹക്കില്ലാത്ത ഒരു സാധനം ഒരാൾ കൊണ്ടുവന്നു, കളവ് മുതൽ വാങ്ങാം. അല്ലെങ്കിൽ അവകാശമില്ലാത്തത് വാങ്ങുക. ആ കച്ചവടമെല്ലാം ഫാസിദായ ഹറാമായ കച്ചവടമാകുന്നു. അതിനെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഒരാള് കട്ടുകൊണ്ടുവരുന്ന മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങൽ ഹറാമാണ്. കട്ടുകൊണ്ട് മോഷ്ടിച്ച് കൊണ്ടുവരുന്ന ഒരു ധനമാണ് എന്നറിഞ്ഞുകൊണ്ട് വാങ്ങൽ ഹറാമാണ്. ആ വാങ്ങലിൽ അയാൾക്ക് വലിയ ലാഭവും കിട്ടും. കാരണം എന്തുകൊണ്ട്? സാധാരണ കൊടുക്കുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങോട്ട് നോക്കൂ, ഇതെന്ന് വല്ലാതെ അധികരിച്ചിട്ടുണ്ട്. എങ്ങനെ ചില പൊളി മാർക്കറ്റിൽ നിന്ന് സ്പെയർ പാർട്സ് വാങ്ങാം. മനസ്സിലായില്ല? ചില വാഹനങ്ങൾ എന്ത് ചെയ്യും? പൊളിച്ചിട്ട് അതിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കും. ആ വാഹനങ്ങൾ എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? വാഹനക്കള്ളക്കടത്ത്, വാഹനക്കളവ് എന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. വാഹനങ്ങൾ വലിയ ടാറ്റാ സുമോക്കെ 1 ലക്ഷം 2 ലക്ഷം കമ്മിയായി കിട്ടും. അത് ഹറാമാണ്, അറിയാം. മനസ്സിലായില്ല? അതിനവരെന്തും ചെയ്യും. RC ഉണ്ടാക്കി തരും. മനസ്സിലായില്ലേ? ലൈസൻസ് ഒക്കെ അതിനായിട്ട് ആളുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഉദാഹരണം, അത് ഗോവന്നാണ് കിട്ടുക. ഗോവേന്റെ വണ്ടി ഇവിടെ കിട്ടും, ഇവിടുത്തെ വണ്ടി പോണ്ടിച്ചേരി കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങൾ അറിയാത്തതുപോലെ ഇരിക്കുകയാണല്ലോ, ഒരു അന്തമില്ലാത്തതുപോലെ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടുത്തെ അങ്ങനെ ഏർപ്പാടില്ലേ? ഇവിടുത്തെ വണ്ടി പോണ്ടിച്ചേരി കിട്ടും, ഗോവയിൽ അങ്ങോട്ട് കിട്ടും, ഗോവയിലെ വണ്ടി ഇവിടെ കിട്ടും, അല്ലേ? ബോംബെയിലെ വണ്ടി ഇവിടെ കിട്ടും. അതിനൊക്കെ RC ഒക്കെ അവർ ശരിയാക്കി തരും, ലൈസൻസും. നമ്മൾ മാർക്കറ്റ് റേറ്റ് നല്ല കിണ്ണം വണ്ടി, നല്ല ഉഷാറുള്ള വണ്ടി, എന്നാലോ അതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റിനേക്കാൾ, ഷോറൂമിലെ റേറ്റിനേക്കാൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കമ്മിയായിട്ടാണ് ഇവിടെ വാങ്ങുന്നത്. നമുക്കറിയാം ഇതിലെന്തോ ഒരു സംഗതി നടന്നിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് വാങ്ങൽ ഹറാമാണ്. ആ കച്ചവടം ഹറാമാണ്. സ്പെയർ പാർട്സിലൊക്കെ ഇങ്ങനെ ധാരാളമായി കിട്ടും. അത്തരം കച്ചവടങ്ങൾ ഹറാമാണ്. ഒരാൾ വഖഫിന്റെ ഭൂമിയെ കൈവശപ്പെടുത്തി എന്നിട്ട് അയാൾ അത് വിറ്റു എങ്കിൽ അത് വാങ്ങൽ ഹറാമാണ്. അത് വാങ്ങിയവരിൽ നിന്ന് വാങ്ങലും ഹറാമാണ്. അങ്ങനെ ഇനി എത്ര കാലമായിട്ടുണ്ടെങ്കിലും വേണ്ടില്ല. വഖഫിന്റെ ഭൂമികൾ വിൽക്കാൻ പാടില്ലാത്ത വഖഫിന്റെ ഭൂമികൾ, ആ വഖഫിന്റെ ഭൂമികൾ ഒരാൾ കൈവശപ്പെടുത്തി. 969 ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ പള്ളിയുടെയും മറ്റും ഒരുപാട് മുതലേ അവകാശപ്പെടുത്തി മാപ്പിളമാർ. എന്നിട്ട് അവരതിൽ വീട് കെട്ടിപ്പാർക്കും. കുറെ കാലം കഴിഞ്ഞിട്ടോ അതവരെന്ത് ചെയ്യും? വിൽപ്പന നടത്തും. ഇത് വാങ്ങൽ ഹറാമാണ്. എത്ര കാലം കഴിഞ്ഞാലും അതിൽ മിൽക്കുണ്ടാവുകയില്ല. കാരണം അതില ഒന്നാമത്തെ കച്ചവടം പോലും നടന്നിട്ടില്ല. കാരണം ആദ്യം വിറ്റവന് പോലും ഇത് വിൽക്കാനുള്ള അവകാശം
ഇല്ല, ഇത് എൻ്റെ തൊപ്പിയാണ്, ഇത് ഒരാൾ മോഷ്ടിച്ച് ഒരാൾക്ക് വിറ്റു, അയാൾ വേറൊരാൾക്ക് വിറ്റു, പട്ടാള കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയതെങ്കിലും ഞാൻ ഒന്നും കൊടുക്കാതെ വാങ്ങും. കാരണം എനിക്കറിയാം ഇത് എന്റെ തൊപ്പിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത്തെ കച്ചവടം തന്നെ നടന്നിട്ടില്ല. ഒരു മോഷ്ടിച്ച ആഭരണം ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചാൽ ജ്വല്ലറിക്കാരന് 2 അടിയും കൊടുക്കും, ഉരുപ്പടിയും വാങ്ങും. ആര്? ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതാന്ന് പോലീസുകാരനോട് പറയാൻ പാടില്ല. കാരണം കളവ് മുതലിൽ എന്ത് തന്നെ ഇല്ല, കച്ചവടം തന്നെ നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? കച്ചവടം നടന്നാൽ പോലും സത്യത്തിൽ അത് എന്തില്ല, കച്ചവടം നടന്നിട്ടില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. കേട്ടോളൂ. ഇനി വേറൊരു കച്ചവടം കേട്ടോ, ഇങ്ങോട്ട് നോക്കൂ. ഇനി നമ്മളെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടം, അഡ്വാൻസ് കൊടുക്കുക, ഖബൽ നടക്കാതിരിക്കുക, മറിച്ചു വിൽക്കുക, മറിച്ചു വിൽക്കുക, മറിച്ചു വിൽക്കുക, മറിച്ചു വിൽക്കുക. ആദ്യത്തെ തന്നെ ഖബൽ നടന്നിട്ടുമില്ല, അക്കച്ചവടം ഹറാമാകുന്നു. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഹറാമ് വരും. ശ്രദ്ധിച്ച പ്രശ്നമല്ല. എങ്ങനെ? അയാൾക്ക് കൈവശാധികാരം അയാൾ നമുക്ക് വിട്ടു തരണം. കൈവശാതായത് അതൊരു തേങ്ങ വലിക്കാന്, അതിന്റെ മട്ടലിങ്ങോട്ട് എടുത്ത് മാറ്റാന്, ഇതൊക്കെ അയാൾ നമുക്ക് എന്ത് ചെയ്തു? ഉദാഹരണം പറയാം, ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കും. 1.25 കോടി ഉറുപ്പ്യയുടെ ഒരു ഭൂമി കച്ചവടം ചെയ്യും. ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കും. ഉദാഹരണം ആൻ എക്സാമ്പിൾ 1 ലക്ഷം ഉറുപ്പ്യ, 50,000 ഉറുപ്പ്യ ടോക്കൺ അഡ്വാൻസ് കൊടുക്കും. 1.25 കോടി, 1.5 കോടി, 3 കോടിയുടെ ഉറുപ്പ്യക്ക് 50,000 1 ലക്ഷം കൊടുത്താൽ ഒരു ടോക്കൺ അഡ്വാൻസ് ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? അവകാശം ഇയാൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ വരുമാനങ്ങൾ എടുക്കാൻ ഇയാൾക്കപ്പോൾ അധികാരവും വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. അതിനിപ്പോ കരാർ എഴുതും. 3 മാസം തികയും, 6 മാസത്തിന് കരാർ എഴുതും. പകുതി പൈസ 3 മാസത്തിനുള്ളിൽ തരുക, ബാക്കി ഫുൾ സംഖ്യ 6 മാസത്തിൽ തന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? പകുതി പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഭൂമി കൈവശം വിട്ടരും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇനി ഈ ഭൂമി ഇവിടെ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ചെന്നിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് വിൽക്കും. എങ്ങനെ? ആ ടോക്കൺ മറിയും. അത് ഹറാമാണ്. കൈവശം വിട്ട് തന്നിട്ടില്ലെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ ഹറാമ് വരും. കൈവശം വിട്ട് തന്നിട്ടില്ലെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഖബുൽ നടക്കണം. ആക്കാറിൽ ഖബുൽ എന്ന് പറഞ്ഞാല് അതിനൊരു തേങ്ങ എടുക്കാനുള്ള, തേങ്ങ വലിപ്പിക്കാനുള്ള അവകാശം. മനസ്സിലായേ? ബൈഅും ഖബുലും 2ആണ്. അതായത് കച്ചവടം നടന്നുകൊണ്ട് ഖബുൽ നടക്കൂല. ഖബുൽ എന്ന് പറഞ്ഞാല് കൈവശം വിട്ടുതരണം. എന്ത് നടന്നോളണമെന്നില്ല, രജിസ്റ്റർ നടന്നോളണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത്? രജിസ്റ്റർ നടന്നോളന്നില്ല. പക്ഷെ എന്ത് കിട്ടണം? കൈവശം വിട്ടു തരണം. ചിലപ്പോൾ കൈവശം വിട്ടു തരൂല. ഇവിടെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. ഈ ടോക്കൺ അപ്പുറത്തേക്ക് വിറ്റ്. ഇനി അയാൾ എന്ത് ചെയ്യും? അയാൾ പുറത്തേക്ക് വേറൊരാൾക്ക് വിൽക്കും. വേറൊരാൾക്ക് ഒരു 3-4-5 ആൾക്ക് ഇങ്ങനെ ടോക്കൺ മറിയും. അസലാൾക്ക് പോലും എന്തുമില്ല, ഖബുൽ നടന്നിട്ടുമില്ല. മനസ്സിലായില്ലേ? എന്താ ചോദ്യം? എങ്ങനെ സമ്മതം ഞങ്ങൾ പറയുന്നത്? എങ്ങനെ? അങ്ങനെയാണെങ്കിൽ നല്ല നോക്കൂട്ടോ. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തം മുഴുവനും അയാൾ ഏറ്റ് ഖബുൽ നടന്നതുപോലെ ആവുകയാണത്. ഖബുൽ അതായത് കൈകാര്യാധികാരം വിട്ടെന്നാണല്ലോ. അല്ലേ? എന്നാ വിരോധമല്ല. ഇല്ല, വിരോധമല്ല. ഇപ്പൊ കൈകാര്യാധികാരം വിട്ടെന്നു. അത് പറ്റും. ശ്രദ്ധിക്ക്. അത് പറ്റും. അപ്പോൾ കൈകാര്യാധികാരം വിട്ടുതന്നിട്ടുണ്ട്. അത് പറ്റും. ഒരു വിരോധമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കൈകാര്യാധികാരം പൈസ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കും വിൽക്കാനാണ്, നമ്മളിതുമ്മ പണിയെടുക്കുമെന്ന് അയാളോടൊന്ന് പറയാ. ഒരു വിരോധമല്ല. നിങ്ങൾ എപ്പോഴാണെങ്കിലും ഓക്കെ. ഇനി നമുക്കങ്ങനെ 3 മാസം കണക്കൂല്ല. ആ പൈസ എപ്പോ കൊണ്ടുവന്നാൽ നമ്മൾ നിങ്ങൾക്ക് വിട്ടുതരും എന്ന് പറയും ചെയ്തു അയാള്. കൈകാര്യാധികാരം വിട്ടുതന്നിട്ടുണ്ട് വാക്കുകൊണ്ട്. ഒരു വിരോധമല്ല. ഇതൊന്നും നടക്കാതെ ഈ പ്രവർത്തനങ്ങൾ നടത്തും. അതാണ് ഞാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്.
സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഹറാം വരും, സൂക്ഷിച്ച് ഹറാം വരില്ല. സൂക്ഷിക്കണം. കബിള് വിട്ട്, അത് കബിളാണ്. ഇത് കബിള വാക്ക് കൊണ്ട് പറയൽ. എന്താ നിങ്ങളെ ചോദ്യം? ആ ആ